ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളത്തി പ്രകടനം നടത്തി. ഐക്യദാർഢ്യം 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 ആശാവർക്കർക്ക് ഐക്യദാർഢ്യം ആശാവർക്കർക്ക് ഐക്യദാർഢ്യം ആശാവർക്കർക്ക് ഐക്യദാർഢ്യം ആശാവർക്കർക്ക് ഐക്യദാർഢ്യം ജോലിക്കായി സമരം ചെയ്യും ജോലിക്കായി സമരം ചെയ്യും ജോലിക്കായി സമരം ചെയ്യും ജോലിക്കായി സമരം ചെയ്യും കൂലിക്കായി സമരം ചെയ്യും കൂലിക്കായി സമരം ചെയ്യും ആശാവർക്കർക്ക് ഐക്യദാർഢ്യം ആശാവർക്കർക്ക് ഐക്യദാർഢ്യം ആശാവർക്കർക്ക് ഐക്യദാർഢ്യം ആശാവർക്കർക്ക് ഐക്യദാർഢ്യം നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് നാഷണൽ. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പന്തം കൊളുത്തി പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം പ്രസിഡന്റ് പി.കെ. മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് നേതാവും ബാങ്ക് പ്രസിഡന്റുമായ വി.കെ. ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൌഭാഗ്യവതി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ.കെ. ലേത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, പഞ്ചായത്ത് അംഗങ്ങളായ രാധാ രവീന്ദ്രൻ, സുജ, അബ്ദുള്ള, പ്രദീപ്, മറ്റു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ ബാലകൃഷ്ണൻ നായർ, ടോമി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരരംഗത്താണ്. സമരം ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരു തൊഴിലാളി സംഘടനയാണ് ആശാവർക്കർമാർ. എന്നും അവർ അധികാരികൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച ശീലം മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ അവരൊരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് പോലും ഇടതുപക്ഷ സർക്കാർ നാളിതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും ശമ്പളം കൊടുക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ട വീടുകളിലെ ഓരോ പൗരന്മാരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സമൂഹത്തിൽ വരുന്ന വലിയ വലിയ വിപത്തുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ 24 മണിക്കൂർ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആശാവർക്കർമാരെ വെറും ഓണറേറിയം മാത്രമാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോഴും അവരെ സർക്കാരിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം. ആ ഓണറേറിയം പോലും കഴിഞ്ഞ 3 മാസക്കാലമായി നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിലെ മറ്റെല്ലാ കാര്യങ്ങളിലും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നവർ നമ്മുടെ രാജ്യത്ത് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ആ കേരളം നമ്പർ 1 ആകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുള്ളത് കേരളത്തിലെ മന്ത്രിമാരോ മറ്റുള്ള ആളുകളോ അല്ല, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കുടുംബിനികളായിട്ടുള്ള ആശാവർക്കർമാരാണ്. അവർക്ക് നേരവും കാലവും നോക്കാതെ പഞ്ചായത്തുകളും അതുപോലെ സർക്കാരും പറയുന്ന എല്ലാ പരിപാടികളും അവർക്ക് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യേണ്ടി വരികയാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലെപ്രസി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, അതിൻ്റെ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ എല്ലാ ദിവസവും ഒരു പരിപാടി. CCV ന്യൂസ്, പഴയന്നൂർ.